മനുഷ്യ സ്ത്രീകൾക്ക് മാത്രമാണോ പീരിയഡ്സ് ഉണ്ടാകുന്നത്? പ്രസവം ഇത്രയും വേദനയോടെ നടക്കുന്നത് എന്തുകൊണ്ട്? ഇത് മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകമായ ഇവല്യൂഷണറി കഥയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇത് ശരിയായി മനസ്സിലാക്കാൻ റീപ്രൊഡക്ഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ആദ്യം നോക്കണം. ആദ്യം പീരിയഡ്സ് എന്താണ് എന്ന് ലളിതമായി മനസ്സിലാക്കാം. സ്ത്രീയുടെ ശരീരത്തിൽ ഓരോ മാസവും ഗർഭധാരണത്തിന് തയ്യാറാകുന്ന ഒരു പ്രക്രിയ നടക്കുന്നു. ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള പാളി കട്ടിയാകും. കാരണം ഒരു ഫെർട്ടിലൈസ്ഡ് എഗ് വന്നാൽ അത് അവിടെ ചേർന്ന് വളരാൻ കഴിയണം. എന്നാൽ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത പക്ഷം ആ പാളി ശരീരത്തിന് ആവശ്യമില്ലാതാകും. അതിനാൽ അത് രക്തത്തോടൊപ്പം പുറത്തേക്ക് പോകുന്നു. ഇതാണ് മെൻസ്ട്രുവേഷൻ അഥവാ പീരിയഡ്. ഇപ്പോൾ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. ഇത് മനുഷ്യരിൽ മാത്രം സംഭവിക്കുന്നതാണോ? ഇല്ല. പക്ഷേ ഇത് വളരെ അപൂർവമാണ്. മനുഷ്യരെ കൂടാതെ ചില പ്രൈമേറ്റ്സ്, ഉദാഹരണത്തിന് ചിമ്പാൻസി, ഗറില്ല പോലുള്ളവ പീരിയഡ്സ് അനുഭവിക്കുന്നു. ചില ബാറ്റ് സ്പീഷീസുകളിലും ഇത് കാണുന്നു. കൂടാതെ എലിഫന്റ് ഷ്രൂ എന്ന ചെറിയ സസ്തനികളിലും മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ട്. പക്ഷേ ഭൂരിഭാഗം മാമൽസ് ഇങ്ങനെ ചെയ്യില്ല. അവയിൽ എസ്ട്രസ് സൈക്കിൾ ആണ് ഉണ്ടാകുന്നത്. അതായത് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ യൂട്ടറസിൽ രൂപപ്പെട്ട പാളി പുറത്തേക്ക് കളയുന്നില്ല. ശരീരം തന്നെ അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ മനുഷ്യരിൽ മാത്രം എന്തുകൊണ്ട് ഈ ഷെഡ് ചെയ്യുന്ന രീതിയാണ് വന്നത്? ഇതിന് പ്രധാന കാരണം മനുഷ്യരുടെ റീപ്രൊഡക്ഷൻ ബയോളജിയാണ്. മനുഷ്യ എംബ്രിയോ വളരെ ഇൻവേസീവ് ആണ്. ഫെർട്ടിലൈസ്ഡ് എഗ് യൂട്ടറസിൽ വളരെ ആഴത്തിൽ പതിക്കും. പ്ലസെന്റ വളരെ ശക്തമായി രൂപപ്പെടും. ഇത് അമ്മയുടെ രക്തവുമായി നേരിട്ട് ബന്ധപ്പെടും. ഈ ഇൻവേഷൻ നിയന്ത്രിക്കാൻ യൂട്ടറസ് മുൻകൂട്ടി തന്നെ തയ്യാറാവണം. അതിനാൽ യൂട്ടറൈൻ ലൈനിംഗ് വളരെ പ്രത്യേക രീതിയിൽ വികസിക്കും. ഇതിനെ ഡിസിജുവലൈസേഷൻ എന്ന് വിളിക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കാത്തപ്പോൾ ഈ തെക്ക് ലൈനിംഗ് നിലനിർത്താൻ ശരീരത്തിന് ആവശ്യമില്ല. അതിനാൽ അത് പുറത്തേക്ക് പോകുന്നു. ഇതൊരു ബയോളജിക്കൽ പ്രിപ്പറേഷൻ സൈക്കിൾ ആയി കാണാം. ഇപ്പോൾ പ്രസവ വേദനയിലേക്ക് വരാം. മനുഷ്യരുടെ പ്രസവം മറ്റു പല ജീവികളെക്കാൾ കൂടുതൽ വേദനാജനകമാണ് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. അതിനു പിന്നിൽ ഒരു വലിയ ഇവല്യൂഷണറി കാരണമുണ്ട്. ഇത് ഒബ്സ്റ്റാട്രിക് ഡിലെമ എന്ന ആശയവുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യർ രണ്ട് കാലുകളിൽ നേരെ നടക്കാൻ എവോൾവ് ചെയ്തു. ഇത് പെൽവസിന്റെ രൂപം മാറ്റി. പെൽവസ് കൂടുതൽ ചുരുങ്ങി. അതേസമയം മനുഷ്യരുടെ ബ്രെയിൻ വളരെ വലുതായി ഇവോൾവ് ചെയ്തു. അതിനാൽ കുഞ്ഞിന്റെ തലയും വലുതായി. ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ബർത്ത് കനാൽ ചെറിയത്, ബേബിയുടെ തല വലിയത്. അതിനാൽ കുഞ്ഞ് പുറത്തേക്ക് വരാൻ പെൽവസ് സ്ട്രെച്ച് ചെയ്യണം. മസിൽസ് ശക്തമായി കോൺട്രാക്ട് ചെയ്യും. ഇതാണ് ലേബർ പെയിൻ. മറ്റു ചില മാമൽസിൽ പെൽവസ് കൂടുതൽ വീതിയുള്ളതാണ്. കുഞ്ഞിന്റെ തലയും ചെറിയതാണ്. അതിനാൽ ഡെലിവറി താരതമ്യേന എളുപ്പമാണ്. മനുഷ്യരുടെ പ്രസവം മറ്റൊരു കാരണത്താലും യുണീക്കാണ്. പല ജീവികളിലും കുഞ്ഞ് വേഗത്തിൽ നടക്കാൻ കഴിയും. പക്ഷേ മനുഷ്യ കുഞ്ഞ് വളരെ ഹെൽപ്ലെസ് ആയി ജനിക്കുന്നു. കാരണം ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ വലിയൊരു ഭാഗം ജനിച്ചതിന് ശേഷം നടക്കുന്നു. കുഞ്ഞ് കൂടുതൽ വളർന്നു കഴിഞ്ഞ് ജനിച്ചാൽ തല വളരെ വലുതാകുമായിരുന്നു. അപ്പോൾ പ്രസവം അസാധ്യമാകുമായിരുന്നു. അതുകൊണ്ട് മനുഷ്യർ സെക്കൻഡറി ഓൾട്രിഷൽ എന്ന സ്ട്രാറ്റജി പിന്തുടരുന്നു. അഥവാ പൂർണ്ണമായി ഡെവലപ്പ് ആകുന്നതിനു മുമ്പ് കുഞ്ഞ് ജനിക്കുന്നു. ഇതിനാൽ പരന്റൽ കെയർ വളരെ പ്രധാനമാകുന്നു. മനുഷ്യർ സോഷ്യൽ സ്പീഷീസ് ആയതിനാൽ ഹിസ്റ്റോറിക്കലി മദേഴ്സ് ഒറ്റക്കല്ല പ്രസവിച്ചത്. കുടുംബവും സമൂഹവും സഹായിച്ചു. ഇത് സർവൈവൽ വർദ്ധിപ്പിച്ചു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, മനുഷ്യരുടെ ലേബർ പല ഘട്ടങ്ങളായി നടക്കുന്നു. സെർവിക്സ് തുറക്കുക, കുഞ്ഞ് ബർത്ത് കനാൽ വഴി തിരിഞ്ഞ് പുറത്തുവരുക. ഇത് ഒരു കോംപ്ലെക്സ് മെക്കാനിക്കൽ പ്രോസസ് ആണ്. അതുകൊണ്ടാണ് പ്രസവം കൂടുതൽ സമയമെടുക്കുന്നത്. എന്നാൽ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. വേദന എന്നത് ശരീരം അപകടത്തിലാണ് എന്നർത്ഥമല്ല. ഇത് മസിൽസിന്റെ ശക്തമായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഇന്നത്തെ മെഡിക്കൽ സയൻസ് ഈ വേദന കുറയ്ക്കാൻ പല മാർഗങ്ങളും നൽകുന്നു. ഇപ്പോൾ വീണ്ടും ആദ്യ ചോദ്യത്തിലേക്ക് മടങ്ങാം. പീരിയഡ്സും പെയിൻഫുൾ ഡെലിവറിയും മനുഷ്യരുടെ ശരീരത്തിലെ ഡിസൈൻ ഫ്ലാ അല്ല, മറിച്ച് വലിയ ബ്രെയിനുള്ള ഇന്റലിജന്റ് സ്പീഷീസായി ഇവോൾവ് ചെയ്തതിന്റെ സൈഡ് എഫക്റ്റ് ആണ്. വലിയ ബ്രെയിൻ നമുക്ക് ലാംഗ്വേജ് നൽകി, ചിന്തിക്കാൻ കഴിവ് നൽകി, സംസ്കാരം സൃഷ്ടിക്കാൻ സഹായിച്ചു. പക്ഷേ അതിനൊരു ബയോളജിക്കൽ കോസ്റ്റ് ഉണ്ട്. എവല്യൂഷൻ പെർഫെക്റ്റ് സൊല്യൂഷൻസ് നൽകുന്നില്ല. അത് വർക്കബിൾ സൊല്യൂഷൻസ് മാത്രമാണ് നൽകുന്നത്. മനുഷ്യ ശരീരം ഒരു കോംപ്രമൈസ് ആണ്. എഫിഷ്യന്റ് വാക്കിംഗിനും ലാർജ് ബ്രെയിനിനും ഇടയിലുണ്ടായ ബാലൻസ് ഈ കഥ നമ്മെ ഒരു വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു. മനുഷ്യ ശരീരം പ്രകൃതിയുടെ ഒരു എഞ്ചിനീയറിംഗ് മാസ്റ്റർപീസ് ആണ്. പക്ഷേ അത് കോടിക്കണക്കിന് വർഷങ്ങളായി നടന്ന അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ഫലമാണ്. പീരിയഡ്സും ചൈൽഡ് ബർത്ത് പെയിനും ആ ദീർഘ ഇവല്യൂഷണറി യാത്രയുടെ ഭാഗങ്ങളാണ്.